ഇടക്കൊച്ചിയിൽ വേലിയേറ്റ പ്രശ്നത്തെ തുടർന്ന് കൗൺസിലറുടെ നേതൃത്വത്തിൽ നാട്ടുകാർ നടത്തിയ ഹൈവേ ഉപരോധത്തിൽ കൗൺസിലർ അടക്കം 30 പേർക്കെതിരെ കേസെടുത്ത പോലീസ്. ഇടക്കൊച്ചിയിലെ വേലിയേറ്റ പ്രശ്നത്തെ തുടർന്ന് കൗൺസിലറുടെ നേതൃത്വത്തിൽ ജനുവരി 4-ന് നടത്തിയ ഹൈവേ ഉപരോധത്തിൽ കേസെടുത്ത് പോലീസ്. സംഭവത്തിൽ പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് കൗൺസിലർ അഭിലാഷ് തോപ്പിലടക്കമുള്ള നാട്ടുകാർ സ്റ്റേഷനിൽ ഹാജരായി ജാമ്യമെടുത്തു. ഇക്കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് കായലിൽ നിന്ന് വെള്ളം കരയിലേക്ക് കയറി ജനജീവിതം വലിയ രീതിയിൽ ദുരിതം അനുഭവിക്കുന്ന വേളയിലാണ് ഈ ഒരു സമരത്തിലേക്ക് പുറപ്പെടുവാനുണ്ടായ സാഹചര്യം. അന്ന് പുലർച്ചെ 5-6 മണിയോടുകൂടി ജനങ്ങളെല്ലാം ആ പ്രദേശത്ത് എഴുന്നേറ്റിരിക്കുകയും അവരെല്ലാവരും കൂടിക്കൊണ്ട് നമുക്കിതിൽ പ്രതിഷേധിച്ച ഒരു പരിഹാര മാർഗം വേണമെന്നുള്ള അടിസ്ഥാനത്തിലാണ് അന്ന് ആ ഒരു റോഡ് ഉപരോധം നടന്നത്. ഞങ്ങൾ ഇത് ഇവിടെ വെച്ച് നിർത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. തീർത്തും ഇടക്കൊച്ചിയുടെ ഒരുവെള്ള ഭീഷണിയുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള ഒരു സുരക്ഷാ കവചം ഞങ്ങൾക്ക് ഒരുക്കി തരുമ്പോൾ മാത്രമാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സമരമാർഗത്തിൽ നിന്ന് പിന്മാറുകയുള്ളത്. കൗൺസിലർ ആയാലും ശരി, കൗൺസിലർ അല്ലെങ്കിൽ ശരി, ഈ ഒരു ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള ഒരു തീരുമാനം തന്നെയാണ് ഈ നിമിഷത്തിലും ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. കൗൺസിലർ 1-ാം പ്രതിയായിട്ടുള്ള കേസിൽ ധർമ്മജൻ, നിധീഷ്, രജീഷ്, സച്ചിദാനന്ദൻ, പ്രവീൺ, ശാന്തി, രാധ, മഹേഷ്, ശിവൻ എന്നിവർക്കെതിരെയും കണ്ടാലറിയാവുന്ന 30 പേർക്കെതിരെയുമാണ് കേസെടുത്തിട്ടുള്ളത്. ഇടക്കൊച്ചിയിലെ 15-16 ഡിവിഷൻ ഉൾപ്പെടുന്ന ഇടക്കൊച്ചി പ്രദേശം, ആ പ്രദേശത്ത് കഠിനമായ പോലുള്ള ഭീഷണിയാണ് ഇപ്പോൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാടിൻ്റെ ന്യായമായ ആവശ്യം നേടിയെടുക്കുന്നത് കേസുകളും മറ്റ് നിയമ നടപടികളും ഒന്നും ഞങ്ങളെ ബാധിക്കില്ല എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ജനുവരി 4-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഇടക്കൊച്ചി പ്രദേശത്തെ വേലിയേറ്റം തടയാൻ സർക്കാരിന്റെ അടിയന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് കൗൺസിലർ അഭിലാഷ് തോപ്പിലിന്റെ നേതൃത്വത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ കുമ്പളം ഫെറി റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. സംഭവം അറിഞ്ഞ പോലീസ് സ്ഥലത്തെത്തുകയും പള്ളുരുത്തി CIയുടെ നേതൃത്വത്തിൽ കൗൺസിലർ അടക്കമുള്ള നാട്ടുകാർക്ക് നേരെ അതിക്രമം നടത്തുകയും ചെയ്തത് വിവാദമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പുത്തൻ കുടകൾ, ബാഗുകൾ, നോട്ട്ബുക്കുകൾ തുടങ്ങി എല്ലാം സോൾട്ടിലുണ്ട്. ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്, ചുള്ളിക്കൽ, കൊച്ചി.